ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് വീട്ടിൽ പൊങ്കാല ഇട്ട വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ വർഷവും ഞാൻ ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടുന്നതാണ് പതിവ്. ഇപ്രാവശ്യം അവിചാരിതമായ ചില കാരണങ്ങളാൽ ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിലായിരുന്നു ഇപ്രാവശ്യം പൊങ്കാല ഇട്ടത്. ഇത് ആറ്റുകാലമ്മയുടെ ചിത്രത്തിന് മുൻപിൽ വിളക്കൊക്കെ കൊളുത്തി വെച്ച് നെയ്വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. അവിടെ അമ്മയ്ക്ക് ആരതി ഒഴിഞ്ഞതിന് ശേഷം ഗണപതി പടുക്കയുടെ വിളക്ക് കത്തിക്കാനായിട്ട് പോവുകയാണ്. നമ്മളെവിടെ പൊങ്കാല ഇടുകയാണെങ്കിലും ഗണപതിക്ക് പടുക്ക ഇട്ടതിന് ശേഷം വേണം നമ്മൾ പൊങ്കാല ഇടുന്നതിന്. ആ വിളക്കാണ് കത്തിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല വീട്ടിലിടുന്നത്. എല്ലാ വർഷവും തിരുവനന്തപുരത്ത് പോയാണ് ഇടുന്നത് പതിവ്. ഇപ്പോൾ ടി വിയിൽ അവിടെ പണ്ടാര അടുപ്പിൽ തീ കൊളുത്തിയെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ അടുപ്പിലും തീ കൊളുത്തുകയാണ്. നല്ല ചൂടാണ്. ഈ 10:15 10:30 മണി എന്ന് പറഞ്ഞാൽ നല്ല ചൂടടിക്കുന്ന സമയമാണ്. അത് ആറ്റുകാലിലാണെങ്കിലും നല്ല എല്ലാവരും കൂടി നിന്ന് പൊങ്കാല ഇടുമ്പോൾ നല്ല ചൂടാണ്. എങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പൊങ്കാല ഇടുന്നതിനേക്കാളും അവിടെ എല്ലാവരുടെയും കൂടെ നിന്ന് ഇടുമ്പോൾ നല്ലൊരു അനുഭവമാണ്. ഇപ്രാവശ്യം ഒരുപാട് പേര് വീടുകളിൽ പൊങ്കാല ഇട്ടു. ഞങ്ങളുടെ ചുറ്റുപാടുള്ള 1-2 വീടുകളിലും പൊങ്കാല വീട്ടിലാണ് ഇട്ടത്. എല്ലാവർക്കും പോയി ഇടാനുള്ള സൗകര്യവും ഇല്ല. അതുപോലെ പ്രായമായ ആൾക്കാരൊക്കെ ഈ ചൂടത്ത് പോയി നിന്ന് ഇടാനും ബുദ്ധിമുട്ടായതുകൊണ്ട് വീടുകളിലാണ് പൊങ്കാല ഇട്ടത്. ഇപ്പം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി ഇടുന്ന ചടങ്ങാണ് കാണിക്കുന്നത്. അരി നന്നായിട്ട് തിളച്ച് തൂവുന്ന ചടങ്ങ് കാണിക്കുന്നത്. അരി തിളച്ച് തൂവിയതിന് ശേഷം മാത്രമേ നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടുള്ളൂ. അതിന് ശേഷം അരി നന്നായി വെന്തതിന് ശേഷമാണ് ശർക്കര ചേർക്കേണ്ടത്. നല്ല തീ നല്ല ചൂടായതുകൊണ്ട് നന്നായിട്ട് തീയൊക്കെ എരിക്കുന്നത് നല്ല പാടായിരുന്നു. ഇപ്പോൾ ശർക്കര ചേർക്കുകയാണ്. തറയോടായതുകൊണ്ട് തറയോടൊക്കെ നന്നായിട്ടങ്ങ് ചൂടാവും. അത് കുറച്ച് സമയമായി 11:30-12 മണി സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു. ഇനി ശർക്കര ഇട്ട് കുറച്ച് അരി ഒന്നും കൂടെ ശർക്കര പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ഇടാൻ പാടുള്ളൂ. ഇതിപ്പോൾ തേങ്ങ ഇടുകയാണ്. തേങ്ങ, അതിനുശേഷം പഴം, പിന്നെ തേന്, നെയ്യ് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അമ്മയുടെ പായസത്തിൽ നമുക്ക് മനസ്സോടെ ഏലക്ക എന്തൊക്കെ ചേർക്കാൻ കഴിയുമോ അതൊക്കെ ചേർത്ത് നല്ല പായസം ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല പായസം തയ്യാറാക്കുന്നത്. ഇത് ഞാൻ മണ്ടപ്പുറ്റുണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. മണ്ടപ്പുറ്റെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും പയറുപൊടിയും സമം എടുത്ത് ചെറുപയർ നന്നായി ചൂടാക്കി അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം പൗഡർ പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് പയറുപൊടി. എന്നിട്ട് തേങ്ങ, ശർക്കര, നെയ്യ് ഇവ 3ഉം ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഉരുട്ടി വയ്ക്കണം. ഇത് സാധാരണയായിട്ട് കഴുത്തിന് മേലോട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്കൊക്കെയാണ് സാധാരണ മണ്ടപ്പുറ്റ് നിവേദിക്കുന്നത്. പക്ഷേ അവിടെ എല്ലാവരും മണ്ടപ്പുറ്റ് അമ്മയ്ക്ക് നിവേദിക്കും. അവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രധാനപ്പെട്ട നിവേദ്യമാണ് മണ്ടപ്പുറ്റ്. പിന്നെ തെരളി അത് പഴവും അതറിയാമല്ലോ, അരിപ്പൊടി തേങ്ങയും പഴവും ശർക്കരയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ വയണ ഇലയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് തെരളി എന്ന് പറയുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഇതുണ്ടാക്കും അവിടെ. പായസം, പാൽപ്പായസം, അതുപോലെ പയറ് പുഴുങ്ങിയത്, പിന്നെ വെള്ള നിവേദ്യം, നമ്മുടെ ഈ പച്ചരി ചോറ് വെച്ചിട്ട് തേങ്ങയും പഴവും മാത്രം അരിഞ്ഞിട്ടൊരു വെള്ള നിവേദ്യം. അങ്ങനെ അമ്മയ്ക്ക് എന്തൊക്കെ സമർപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. 2:30-3 മണി വരെ സമയമുണ്ടല്ലോ നിവേദിക്കുന്നത്. അത്രയും സമയം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി നിവേദിക്കാൻ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം ഉണ്ടാക്കി നിവേദിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇപ്രാവശ്യം 3 വക ഉണ്ടാക്കി. തെരളി, മണ്ടപ്പുറ്റ്, പായസം, 3 എണ്ണമാണ് ഉണ്ടാക്കിയത്. ആറ്റുകാലിലാണെങ്കിൽ നമ്മൾ നേരത്തെ ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കും.
എന്നിട്ട് പൊങ്കാലയിട്ട് വാങ്ങിയ ഉടനെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ അടുപ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കും. ഇതിപ്പം വീട്ടിലായതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നതുകൊണ്ട് കുറച്ച് പൊങ്കാല ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി നിവേദിച്ചത്. ഇപ്പോൾ 1:15 മണിയായി. ഇപ്രാവശ്യം 1:15-നായിരുന്നു നിവേദ്യ സമയം. അത് ടി വിയിൽ കാണിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിവേദിക്കുകയാണ്. അവിടെ ആണെങ്കിൽ തിരുമേനിമാർ വന്ന് പൂക്കുലം വച്ച് ഇങ്ങനെ വെള്ളം നിവേദിക്കുന്ന പതിവ്. ഇതിപ്പം ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ദേവിയെ സമർപ്പിച്ച് ഞാൻ നിവേദ്യം അർപ്പിക്കുകയാണ്. പിന്നെ തുളസിയിലും തെറ്റിപ്പൂവും വേണം നിവേദ്യം അർപ്പിക്കാൻ. ഇത് ചൂട് കാരണം ഞാൻ മാറ്റെടുത്തിട്ടിട്ട് അതിൽ നിന്നാണ് നിവേദിക്കുന്നത്. അത്രയ്ക്ക് ചൂടായിരുന്നു. ആ തറയോടിനൊക്കെ നിൽക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അതിനുശേഷം നമ്മുടെ ആറ്റുകാലമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ എല്ലാം ഞാൻ ഉണ്ടാക്കിയ പായസവും പിന്നെ തെരളിയും പായസവും പിന്നെ മണ്ടപ്പുറ്റും എല്ലാം കൊണ്ടുവച്ച് അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയ്ക്ക് കർപ്പൂര ആരതി എടുക്കുന്നതാണ് കാണുന്നത്. എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചു. എന്തായാലും വീട്ടിലാണ് പൊങ്കാല ഇട്ടെങ്കിലും നല്ലൊരു പൊങ്കാല ഇടാൻ കഴിഞ്ഞു. മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നന്നായിട്ട് ആ പൊങ്കാല സമർപ്പിക്കാനും കഴിഞ്ഞു. എല്ലാത്തിനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഈ വർഷം വീട്ടിൽ പൊങ്കാല ഇട്ട് ഇനി അടുത്ത വർഷം എന്തായാലും ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം പൊങ്കാല ഇട്ട എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടുത്ത വർഷവും നമുക്ക് ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇടാനുള്ള അനുഗ്രഹം ദേവി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.